ടെക് ന്യൂസ് ഇൻ മലയാളത്തിലോട്ട് ഏവർക്കും സ്വാഗതം. എയർടെൽ പുതിയ 4G യൂസേഴ്സിന് ഫ്രീ ആയിട്ട് 5 GB ഡാറ്റ നൽകുന്നു എന്നാണ് റിപ്പോർട്ട്. 4G എന്ന ഗെയിമിൻ്റെ പ്രീ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇപ്പം ആൻഡ്രോയിഡിൽ മാത്രമാണ് ഈ ഗെയിം ലഭിക്കുന്നത്. iOSൽ ഇപ്പം ലഭ്യമല്ല. ആപ്പിളിൻ്റെ പുതിയ യൂസേഴ്സിന് ഷസാം വഴി ആപ്പിൾ 5 മാസത്തേക്ക് ആപ്പിൾ മ്യൂസിക് സബ്സ്ക്രിപ്ഷൻ ഫ്രീ ആയി നൽകുന്നു. ഫ്ലിപ്കാർട്ടിൽ ഫ്ലിപ്സ്റ്റാർട്ട് ഡേയ്സ് എന്ന സെയിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഡിസംബർ 1 മുതൽ ഡിസംബർ 3 വരെയാണ് ഈ സെയിൽ നടക്കുന്നത്. ഇൻസ്റ്റാഗ്രാമിൽ ചില യൂസേഴ്സിൻ്റെ സിക്ക് എന്ന ഹാഷ്ടാഗ് ബ്ലോക്ക് ചെയ്യുന്നു എന്ന കംപ്ലൈൻറ്റ് വന്നിരിക്കുകയാണ്. മുമ്പും ഇതേ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. സാംസങ് ഗാലക്സി ബഡ്സ് പ്രോ എന്ന TWSന് FCC സർട്ടിഫിക്കേഷൻ ലഭിച്ചിരിക്കുകയാണ്. സോണി PS5ൻ്റെ ഇന്ത്യയിലെ സെയിൽ ജനുവരിയിലും സ്റ്റാർട്ട് ചെയ്യില്ല എന്നാണ് റിപ്പോർട്ട്. ഇറ്റലിയിൽ ഐഫോണിൻ്റെ വിവിധ മോഡലുകളിൽ വാട്ടർ റെസിസ്റ്റൻ്റ് എന്ന ഫീച്ചറിനെ പറ്റിയുള്ള മിസ്ലീഡിംഗ് ഇൻഫർമേഷൻ കൊടുത്തതിന് 10 മില്യൺ യൂറോസ്, അതായത് ഏകദേശം 90 കോടി രൂപ ഫൈൻ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. iPhone 12ൻ്റെ DxO മാർക്കിൻ്റെ സ്കോർ പുറത്തു വന്നിരിക്കുകയാണ്. 132 പോയിൻ്റാണ് ഈ ഫോണിന് ലഭിച്ചിരിക്കുന്നത്. ആപ്പിളിൻ്റെ M1X പ്രോസസ്സറുമായിട്ട് വരുന്ന 16 ഇഞ്ചിൻ്റെ മാക്ബുക്ക് പ്രോ വരാൻ പോകുന്നു എന്നാണ് റിപ്പോർട്ട്. നോക്കിയയുടെ ലാപ്ടോപ്പുകൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നു എന്നാണ് റിപ്പോർട്ട്. നോക്കിയയുടെ ലാപ്ടോപ്പുകൾ BIS സർട്ടിഫിക്കേഷൻ സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ജബ്ര എലൈറ്റ് 85T എന്ന ട്രൂ വയർലെസ് സ്റ്റീരിയോ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇതിൽ അഡ്വാൻസ്ഡ് ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ പോലുള്ള ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട്. ഇതിൻ്റെ വില വരുന്നത് 18,999 രൂപയാണ്. ZTE Blade V 2021 5G എന്ന ഫോൺ ഡിസംബർ 2 ചൈനയിൽ ലോഞ്ച് ചെയ്യും. 48 മെഗാ പിക്സലിലെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. iPad Pro 2021 iHen മോഡലിൽ 5G mmWave സപ്പോർട്ട് ഉണ്ടാകും എന്നാണ് റിപ്പോർട്ട്. ZTE Blade 20 Pro 5G എന്ന ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. 6.47 ഇഞ്ചിൻ്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണിൽ കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. സ്നാപ്ഡ്രാഗൺ 765G എന്ന പ്രോസസ്സറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഇതിൽ 5G സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഫോണിൻ്റെ പിന്നിൽ 64 മെഗാ പിക്സലിൻ്റെ ക്വാഡ് ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 20 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയുമാണ് വരുന്നത്. പിന്നെ ഈ ഫോണിൽ 4000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. ഫാസ്റ്റ് ചാർജിങ്ങും ഈ ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ പ്രൈസ് ഇപ്പം അനൗൺസ് ചെയ്തിട്ടില്ല. iPhone 13ൽ സാംസങ്ങിൻ്റെ പെരിസ്കോപ്പ് ലെൻസ് ഉപയോഗിക്കുമെന്നാണ് റിപ്പോർട്ട്. സാംസങ് ഗാലക്സി മോക്കോ എന്ന പേര് സാംസങ് ട്രേഡ് മാർക്ക് ചെയ്തിരിക്കുകയാണ്. ഇത് എന്ത് പ്രോഡക്റ്റ് ആണെന്നുള്ള കാര്യങ്ങളൊന്നും ഇപ്പം അറിയാൻ കഴിഞ്ഞിട്ടില്ല. PUBG മൊബൈൽ ഇന്ത്യ 2021 ലോഞ്ച് ചെയ്യൂ എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത്. ഷവോമി പ്ലേ എന്ന പേര് ഷവോമി ട്രേഡ് മാർക്ക് ചെയ്തിരിക്കുകയാണ്. ഇത് എന്ത് ഡിവൈസ് ആണെന്നുള്ള കാര്യങ്ങളൊന്നും ഇപ്പം അറിയാൻ കഴിഞ്ഞിട്ടില്ല. ലാവ ചെന്നൈ എന്ന പുതിയൊരു ഫോണ് ഗീക്ക് ബെഞ്ച് സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ഫോണിന് സിംഗിൾ കോറിൽ 154 പോയിൻറ്റും മൾട്ടി കോറിൽ 545 പോയിൻറ്റുമാണ് ലഭിച്ചിരിക്കുന്നത്. മീഡിയാടെക്കിൻ്റെ ഹീലിയോ G35 അല്ലെങ്കിൽ P35 എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഈ ഫോണിൻ്റെ 2 GB റാം വെർഷനാണ് ഇപ്പോൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ്രോയിഡ് ഗോ സോഫ്റ്റ്വെയറുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. സാംസങ് M02 എന്ന ഫോണിൻ്റെ സപ്പോർട്ട് പേജ് ഇന്ത്യൻ വെബ്സൈറ്റിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഫോൺ അടുത്ത് തന്നെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ സാധ്യതയുണ്ട്. സാംസങ് S21 എന്ന ഫോണിൻ്റെ പുതിയ റെൻഡേഴ്സ് പുറത്തു വന്നിരിക്കുകയാണ്. ഇതിൽ ഈ ഫോണിൻ്റെ 5 കളർ വേരിയൻസ് കാണിക്കുന്നുണ്ട്. ലൈറ്റ് പിങ്ക്, വയലറ്റ്, ബ്ലാക്ക്, സിൽവർ, ഗ്രേ എന്നീ കളർ വേരിയൻസിലായിരിക്കും ഈ ഫോൺ വരിക. പിന്നെ ഫോണിൻ്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. Exynos 2100 എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഈ ഫോൺ ജനുവരി 2021 ലോഞ്ച് ചെയ്യാനാണ് സാധ്യത. നോക്കിയ 5.4 എന്ന ഫോൺ അടുത്ത് തന്നെ ലോഞ്ച് ചെയ്യുമെന്നാണ് റിപ്പോർട്ട്. 6.4 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേയുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. പിന്നെ ഈ ഫോണിൻ്റെ 4 GB റാം 64 GB ഇൻറ്റേർണൽ വെർഷനും അതുപോലെ 4 GB റാം 128 GB ഇൻറ്റേർണൽ വെർഷനും വരുന്നതായിരിക്കും. ഓപ്പോ Reno 5 Pro എന്ന ഫോൺ HDR10+ സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഫോണിൽ HDR10+ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഈ ഫോണിൻ്റെ പേരും ഇപ്പോൾ കൺഫേം ആയിട്ടുണ്ട്. 6.55 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേയുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. പിന്നെ ഈ ഫോണിൽ മീഡിയാടെക്കിൻ്റെ Dimensity 1000+ എന്ന പ്രോസസ്സർ വരാനാണ് സാധ്യത. ഫോണിൻ്റെ പിന്നിൽ 64 മെഗാ പിക്സലിൻ്റെ ക്വാഡ് ക്യാമറ സെറ്റപ്പ് ആയിരിക്കും വരിക. ഫ്രണ്ടിൽ 32 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയും വരുന്നതായിരിക്കും. പിന്നെ ഈ ഫോണിൽ 4250 mAh ബാറ്ററി വരാനാണ് സാധ്യത. ഈ ഫോണിൽ 65 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. MI 11 അതുപോലെ MI 11 Pro എന്നീ ഫോണുകൾ ജനുവരിയിലായിരിക്കും ലോഞ്ച് ചെയ്യുക എന്നാണ് റിപ്പോർട്ട്. ഈ ഫോണുകൾ സ്നാപ്ഡ്രാഗൺ 875 എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും വരിക. ഹുവാവെ Mate 40 Pro എന്ന ഫോൺ UAEയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. 6.76 ഇഞ്ചിൻ്റെ OLED ഡിസ്പ്ലേയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണിൽ കിരിൻ 9000 എന്ന പ്രോസസ്സറാണ് കൊടുത്തിട്ടുള്ളത്. ഫോണിൻ്റെ പിന്നിൽ 50 മെഗാ പിക്സലിലെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. ഫ്രണ്ടിൽ 13 മെഗാ പിക്സലിൻ്റെ ക്യാമറയും അതുപോലെ തന്നെ 3D ഡെപ്ത് സെൻസറും കൊടുത്തിട്ടുണ്ട്.
4400 mAh ബാറ്ററിയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണിൽ 66 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഫോണിൻ്റെ വില വരുന്നത് 1099 ദിർഹംസ് ആണ്. വിവോ V20 Pro എന്ന ഫോണിൻ്റെ ഇന്ത്യയിലെ വില 29,990 രൂപയായിരിക്കുമെന്നാണ് റിപ്പോർട്ട്. 6.44 ഇഞ്ചിൻ്റെ അമോലെഡ് ഡിസ്പ്ലേയുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഈ ഫോണിൽ സ്നാപ്ഡ്രാഗൺ 765G എന്ന പ്രോസസ്സർ വരും. ഇതിൽ 5G സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഫോണിൻ്റെ പിന്നിൽ 64 മെഗാ പിക്സലിലെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 44+8 മെഗാ പിക്സലിലെ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും വരും. 4000 mAh ബാറ്ററിയുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഈ ഫോണിൽ 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഡിസംബർ 2-നാണ് ഈ ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നത്. OnePlus 9ൻ്റെയും അതുപോലെ തന്നെ 9 Proയുടെയും പുതിയ റെൻഡേഴ്സ് പുറത്തു വന്നിരിക്കുകയാണ്. OnePlus 9ൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആയിരിക്കും വരിക. ഈ ഫോണ് 6.7 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേയുമായിട്ടായിരിക്കും വരിക. പിന്നെ ഈ ഫോണുകളുടെ ഡിസ്പ്ലേയിൽ 144 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അതുപോലെ ഈ ഫോണുകൾ സ്നാപ്ഡ്രാഗൺ 875 എന്ന പ്രോസസ്സറുമായിട്ട് വരാനാണ് സാധ്യത. പിന്നെ ഈ ഫോണുകൾ മിക്കവാറും മാർച്ച് 2021 ലോഞ്ച് ചെയ്യുക. OnePlusൻ്റെ പുതിയൊരു ഫോൺ TUV റെയിലൻ സർട്ടിഫിക്കേഷൻ സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ഫോണിൽ 65 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഇത് OnePlus Nord SE എന്ന ഫോണായേക്കാമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഓവൽ ഷേപ്പിലുള്ള ക്യാമറ മോഡ്യൂളുമായിട്ട് വരുന്ന പുതിയൊരു ഫോണിൻ്റെ ഡിസൈന് റിയൽമി പാറ്റൻറ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ ഫോണിൻ്റെ ഫ്രണ്ടിൽ പഞ്ചോൾ ഡിസ്പ്ലേ ആണ് വരുന്നത്. പഞ്ചോൾ വരുന്നത് ടോപ്പ് ലെഫ്റ്റ് ഭാഗത്തായിട്ടാണ്. ഇത് ഏത് ഫോണായിരിക്കുമെന്നുള്ള കാര്യങ്ങളൊന്നും ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടില്ല. റിയൽമിയുടെ പുതിയൊരു ഗെയിമിംഗ് ഫോൺ വരാൻ പോകുന്നു എന്നാണ് റിപ്പോർട്ട്. ഇത് A സീരീസിലായിരിക്കും വരിക എന്നും പറയപ്പെടുന്നുണ്ട്. മുമ്പ് ഓപ്പോ ആയിരുന്നു A സീരീസിൽ വരുന്ന ഫോണുകൾ ലോഞ്ച് ചെയ്തിരുന്നത്. പിന്നെ ഈ ഫോണിൽ സ്നാപ്ഡ്രാഗൺ 875 എന്ന പ്രോസസ്സർ വരാനാണ് സാധ്യത. ഈ ഫോണിൽ 125 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും വരുമെന്നും പറയപ്പെടുന്നുണ്ട്. മോട്ടോ G5G എന്ന ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. 6.7 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണിൽ പഞ്ചോൾ ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. സ്നാപ്ഡ്രാഗൺ 750G എന്ന പ്രോസസ്സറാണ് ഈ ഫോണിൽ വരുന്നത്. ഇതിൽ 5G സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഫോണിൻ്റെ പിന്നിൽ 48 മെഗാ പിക്സലിലെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. ഫ്രണ്ടിൽ 16 മെഗാ പിക്സലിലെ സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. പിന്നെ 5000 mAh ബാറ്ററിയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഇതിൽ 20 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഫോണിൻ്റെ വില വരുന്നത് 20,999 രൂപയാണ്. റെഡ്മി നോട്ട് 9 4G എന്ന ഫോൺ ഇന്ത്യയിൽ റെഡ്മി 9 പവർ എന്ന പേരിൽ ലോഞ്ച് ചെയ്യുമെന്നാണ് റിപ്പോർട്ട്. 6.53 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേയുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഈ ഫോണിൽ സ്നാപ്ഡ്രാഗൺ 662 എന്ന പ്രോസസ്സർ വരും. പിന്നെ ഫോണിൻ്റെ പിന്നിൽ 48 മെഗാ പിക്സലിലെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആയിരിക്കും വരിക. ഫ്രണ്ടിൽ 8 മെഗാ പിക്സലിലെ സെൽഫി ക്യാമറയും വരും. 6000 mAh ബാറ്ററിയുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. പിന്നെ ഈ ഫോണിൽ 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. റെഡ്മി നോട്ട് 9 Pro 5G എന്ന ഫോൺ ഇന്ത്യയിലെ MI 10i എന്ന പേരിലായിരിക്കും ലോഞ്ച് ചെയ്യുക എന്നാണ് റിപ്പോർട്ട്. 6.67 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേയുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഈ ഫോണിൽ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. സ്നാപ്ഡ്രാഗൺ 750G എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഈ ഫോണിൽ 108 മെഗാ പിക്സലിൻ്റെ ക്വാഡ് ക്യാമറ സെറ്റപ്പ് വരും. പിന്നെ ഫ്രണ്ടിൽ 16 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറ വരുന്നതായിരിക്കും. 4820 mAh ബാറ്ററിയുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഈ ഫോണിൽ 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യും.